ശ്രീ റോണി കെ ബേബി, ഇവിടെ മുസ്ലിം ലീഗ് എന്നുള്ളത് മതേതര പാർട്ടി എന്ന് CPM ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ തീവ്ര മുസ്ലിം സംഘടനകളുടെ കൂടി പിന്തുണ ഇവരോടൊപ്പമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇവർ ഇപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് പാലക്കാടേറ്റ പരാജയം, അതോടൊപ്പം വയനാടിലെ കനത്ത ഭൂരിപക്ഷമൊക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്നുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള രീതിയിൽ ചില നീക്കുപോക്കുകളൊക്കെ മുസ്ലിം ലീഗിനെ ആകർഷിക്കുന്നതിനായി സ്വീകരിച്ചിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് അടരില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇത്രയും അവസരവാദപരമായ ഒരു നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം CPM അല്ലാതെ മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഈ 2019 വരെ ഈ CPMന്റെ നിലപാട് എന്തായിരുന്നു? അവരെ ഇന്ന് ഇവരെ ആക്ഷേപിക്കുന്ന ഈ SDP-യുമായും വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒക്കെ മറയില്ലാതെ പരസ്യമായി ബന്ധം കൂടിയ പാർട്ടിയാണ് ഇവര്. VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പോയി കണ്ട് പിന്തുണ തേടിയതും അവര് 2016 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓപ്പണായിട്ട് CPMനെ പിന്തുണച്ചതും 2019 ഈ വടകരയിൽ മത്സരിച്ച ജയരാജൻ നേരിട്ട് തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കണ്ടതും, അതുപോലെ തന്നെ 2009 കേരളം കണ്ടത് PDP-യുമായി പോലും ഒരു മറയുമില്ലാതെ പിണറായി വിജയൻ പരസ്യമായി വേദി പങ്കിടുന്നതും ഒക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതല്ലേ. അപ്പോൾ അന്നൊന്നും ഇവരിതായാലും വർഗീയ പാർട്ടികളോ ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയമോ ഒന്നും ഈ പറയുന്ന CPMന്റെ ഒരു വിഷയമല്ലായിരുന്നു. ഇപ്പോൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, കാരണം അവർക്ക് കുറെ തിരിച്ചടികൾ കിട്ടി ഈ പറയുന്ന CPMന്. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല, കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ കൃത്യമായി തന്നെ, കാരണം അവർക്കൊരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമുണ്ട്, ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ BJP-യെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ശക്തികളെ ഇന്ത്യയിലെ അധികാരത്തിൽ വരണമെന്ന ഉറച്ച നിലപാടില് ഇന്ത്യയിലെമ്പാടുമുള്ള മതന്യൂനപക്ഷങ്ങൾ അവർ സംഘടിതമായി കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളും, ഇതൊരു പ്രത്യേക മതന്യൂനപക്ഷം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മതന്യൂനപക്ഷങ്ങളും വളരെ കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ലെ കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിനകത്ത് CPM എന്തിനാണ് ഇത്രയും നിരാശപ്പെടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. കാരണം അവര് ഇതിനകത്ത് ഒരു നിരാശ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ, കാരണം ഈ CPMന്റെയും ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായങ്ങളാണ് കേരളത്തിലെ. ആ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് വലിയൊരു വോട്ട് ചോർച്ച അവർക്ക് ഉണ്ടാകുന്നു. അതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം. അവർ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുന്നുമില്ല. കയ്യിലിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് അവര് പരസ്യമായി തന്നെ സമ്മതിച്ചിട്ടുള്ളതാ. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പരസ്യമായി തന്നെ സമ്മതിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ശബരിമല വിവാദം കത്തിച്ച 2019 തെരഞ്ഞെടുപ്പില് അന്നും CPM ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? ഈ പറയുന്ന ഭൂരിപക്ഷ ശബരിമല വിഷയത്തിലൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്കും മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് ഇങ്ങ് കിട്ടിക്കോളും, ഭൂരിപക്ഷ വോട്ടുകൾ BJP അങ്ങ് കൊണ്ടുപോയിക്കോളും. അതായിരുന്നല്ലോ അന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞ എന്തായിരുന്നു? ഇതൊരു സുവർണാവസരമാണ്, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ട് പക്ഷങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, ഭൂരിപക്ഷങ്ങളുടെ വോട്ട് BJP-ക്കൊപ്പം നിൽക്കും, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് CPM-നൊപ്പം കിട്ടും. പക്ഷെ 2019 എന്ത് ചെയ്തു? ഈ ഭൂരിപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഒരുപാട് എന്ത് ചെയ്തു? UDF-ന് കിട്ടി, CPM-ന് കടുത്ത തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ 2019 അവർക്ക് മുമ്പിൽ ഒരു പാഠമാണ്, 2024 അവർക്കൊരു വലിയ പാഠമായി. അവർക്ക് മനസ്സിലായി ഇനി ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ നമ്പിയിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെ പറയുക, CPM-ന്റെ ഭാഷയിൽ അങ്ങനെ തന്നെ ഞാൻ പറയുക. അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവർ കഴിവതും മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നഷ്ടപോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കുക. കാരണം നമ്മൾ കൊല്ലം ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ ഉള്ള ജില്ലകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, തൃശ്ശൂർ ഉൾപ്പെടെ, തൃശ്ശൂരൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. BJP വലിയൊരു മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു. UDF-ന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. UDF-ന്റെ വോട്ട് അതുപോലെ തന്നെ കൃത്യമായി നിൽക്കുന്നു. BJP കൃത്യമായി തന്നെ ഈ CPM-ന്റെ കോട്ടകളിലേക്ക് കടന്നു കയറുന്നു. ഞാൻ പറഞ്ഞതുപോലെ പുന്നപ്ര, വയനാട് ഉൾപ്പെടെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ എന്താ? ഇപ്പോൾ BJP പറയുന്നതിനേക്കാൾ ശക്തമായി വർഗീയത പറയുക. അതാണ് ഇപ്പോൾ കേരളത്തില് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. BJP-യുടെയോ സംഘപരിവാറിന്റെ നേതാക്കൾ പോലും പരാമർശിക്കാത്ത രീതിയിൽ, പ്രതികരിക്കാത്ത രീതിയിൽ ഇത്രയും കടുത്ത വർഗീയ പരാമർശങ്ങളുമായി ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള കൃത്യമായി തന്നെയുള്ള ഒരു നരേറ്റീവ് ഇവിടെ രൂപീകരിച്ചുകൊണ്ട്, ഇവിടെ വളർത്തിയെടുത്തുകൊണ്ട് അടുത്ത 2026 തെരഞ്ഞെടുപ്പ് CPM-ന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.
കാരണം അവർക്ക് ബംഗാൾ നഷ്ടപ്പെട്ടു പോയി, അവർക്ക് ത്രിപുര നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒന്നും ഇനി അവർ ഒരു കാലത്തും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി അവർക്ക് ഈ ലോകത്ത് തന്നെ ഒരു കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഏക തുരുത്തുണ്ടെങ്കിൽ ഇന്ത്യയിലെ കാര്യമല്ല, പക്ഷേ ലോകത്ത് തന്നെ അതിന് ഈ വർഗീയ ചീട്ടിറക്കുകയാണെങ്കിൽ വാക്കുകൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ള പരാമർശം വരുന്നുണ്ട്.